ബാക്കി വന്ന ചോറും കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ല മുരിഞ്ഞ വട ഉണ്ടാക്കിയെടുത്താലോ? അതെ, കാണാൻ ഉഴുന്ന വട പോലെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കിയെടുത്തതേ ബാക്കി വന്ന ചോറ് കൊണ്ടാണ്. ഒരു ബൗളിൽ ഞാൻ 1 കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ചോറ് അടിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ജാറിലേക്ക് തന്നെ ഒരു ഉള്ളിയും 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതും നമ്മുടെ ചോറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1/4 സ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ഗ്ലാസ് റവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവ് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒന്ന് നനച്ചതിന് ശേഷം കയ്യിൽ വെച്ച് പരത്തി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പരത്തിയതിന് ശേഷം നടുക്കായിട്ട് ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ വടയും വറുത്തെടുക്കാം. ഒരു സൈഡ് നന്നായി ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കത് കോരി മാറ്റാം. നല്ല മൊരിഞ്ഞ വട റെഡിയായി കഴിഞ്ഞു.